Hey guys, welcome back to ടെക്കുതാർബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, ഞാനൊരു പബ്ജിയിൽ ഒരു അടിപൊളി ട്രിക്കായിട്ടാണ് വന്നേക്കുന്നത് ഗായ്സ്. പൊളിയാണ് ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഗായ്സ് ഇത്. അപ്പോൾ എന്താണെന്നല്ലേ, യെസ് ഗായ്സ്, നമുക്ക് ഫ്രീ ആയിട്ട് അടിപൊളി ഔട്ട്ഫിറ്റ്സും ലെജൻഡറി ഔട്ട്ഫിറ്റ്സും പിന്നെ ഗൺ സ്കിൻസും പിന്നെ നമ്മുടെ ബൈക്കിൻ്റെ സ്കിൻസും എല്ലാം കിട്ടും ഗായ്സ്, ഫ്രീ ആയിട്ടാണ് ഗായ്സ്. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ വീഡിയോയിലേക്ക് എടുക്കുന്നത് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് പ്ലീസ് ഗായ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി പൊട്ടിച്ചേക്കുക. ഓക്കെ ഗായ്സ്, പ്ലീസ് ഗായ്സ്, നമ്മൾ 3000 സബ്സ്ക്രൈബേഴ്സ് അടിക്കാനായി ഗായ്സ്. ഒരു 300 സബ്സ്ക്രൈബേഴ്സും കൂടിയേ വേണ്ടു. പ്ലീസ് ഗായ്സ്, കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഗായ്സ്. ഒരു VPN ആപ്പാണ് ഗായ്സ്. ആ ആപ്പിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ടണൽ ബിയർ എന്നാണ് ആ ആപ്പിൻ്റെ പേര്. ടണൽ ബിയർ VPN എന്നാണ് ആപ്പിൻ്റെ പേര്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ താഴെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യുന്ന സ്ഥലം സെലക്ട് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ജർമ്മനി സെലക്ട് ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇവിടെ ചോദിക്കും ടണൽ ടു ജർമ്മനി. അത് യെസ് അടിച്ച് കൊടുക്കുക. അപ്പോൾ കണക്റ്റിംഗ് എന്ന് കാണിക്കും ഗായ്സ്. അത് കണക്റ്റഡ് എന്ന് കാണിച്ചാൽ മാത്രമേ ഇത് ഹോമിലേക്ക് പോയിട്ട് നമ്മളെ PUBG മൊബൈൽ എടുക്കാൻ പറ്റും. ഓക്കെ ഗായ്സ്, കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എക്സിറ്റ് ചെയ്യരുത്. എക്സിറ്റ് ചെയ്യാണ്ട് ഹോം ബട്ടൺ അമർത്തിയിട്ട് നമ്മുടെ PUBG മൊബൈൽ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ഗായ്സ്, നിങ്ങൾ ഓൾറെഡി ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ അത് എക്സിറ്റ് ചെയ്തിട്ട് മാത്രം ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെ PUBG ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പാടാണ് ഗായ്സ്. ചിലപ്പോൾ സെർവർ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ ഒരു 2-3 വട്ടം റീസ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ടും ആയിട്ടില്ലെങ്കിൽ ഒന്ന് VPN മാറ്റുക. വേറെ ഏതെങ്കിലും എക്സ്പ്രസ് VPN മറ്റോ ഉപയോഗിക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവൻറ്റ്സ് എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഇവൻറ്റ്സ് എന്ന് കാണാം, സൈഡിൽ ഇവൻറ്റ്സ് എടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മൂന്നാമതൊന്ന് കാണാം സ്പ്രിംഗ് ടൈം ഫോർ എവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 2 ക്ലാസിക് ക്രേറ്റിൻ്റെ ഒരു സാധനം കണ്ട. ക്രേറ്റ് കൂപ്പൺ ഉണ്ട്, PUBG ക്രേറ്റ് കൂപ്പൺ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഫിനിഷ് 3 മാച്ചസ് ഇൻ ടോപ്പ് 5. 3 മാച്ച് ടോപ്പ് 5 ഫിനിഷ് ചെയ്യണം. ടോപ്പ് 5 എന്ന് വെച്ചാൽ സംഭവം സിമ്പിളാണ്. ചിക്കൻ ഡിന്നറൊന്നും അല്ല, ടോപ്പ് 5 ഫിനിഷ് ചെയ്താൽ മതി. അതൊന്ന് സർവൈവ് ചെയ്ത് കളിച്ചാൽ മതി ഗായ്സ്. സിമ്പിളാണ് ഗായ്സ്. അത് 3 മാച്ച് അങ്ങനെ ഫിനിഷ് ചെയ്യുക, 3 എണ്ണം. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ക്രേറ്റ് കിട്ടും. അപ്പോൾ ഇത് 2 മാത്രമല്ല കിട്ടാൻ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 3 ദിവസം കിട്ടും. അതായത് നിങ്ങൾക്ക് ഓരോ ദിവസം 3 മാച്ച് വെച്ചിട്ട് കളിക്കാം. ഇന്ന് 3 മാച്ച് വെച്ച് കളിച്ചാൽ 2 കൂപ്പൺ കിട്ടും. നാളെ 3 മാച്ച് കളിച്ചാൽ പിന്നെ 2 കിട്ടും. പിന്നെ മറ്റന്നാളെ 3 മാച്ച് കളിച്ചാൽ പിന്നെ 2. അപ്പോൾ ടോട്ടൽ 6 കൂപ്പൺ കിട്ടും. ഓക്കെ ഗൈസ്, 6 നിങ്ങൾക്ക് കിട്ടും. ഈ 2 മാത്രമല്ല, 6 കിട്ടും. അപ്പോൾ ഈ 2 കിട്ടിയ പാട് നിങ്ങൾ തുറക്കരുത് ഗൈസ്. ഈ 6 കളക്ട് ചെയ്ത് വെക്കാം. ഓക്കെ ഗൈസ്, അത് തുറക്കരുത്, കളക്ട് ചെയ്ത് വെക്കുക. 3 ദിവസം കൊണ്ട് 6 കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അത് ഓപ്പൺ ചെയ്യരുത്, ഞാൻ പറഞ്ഞുതരാം. 6 കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേറെ VPN ആയിട്ട് കണക്ട് ചെയ്യണം. അതെന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ PUBG ഗെയിം ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ടണൽ ബിയർ എടുക്കുക. അത് ഡിസ്കണക്ട് ചെയ്യുക ഗൈസ്. ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഒരു VPN ആപ്പാണ് ഗൈസ്. ആ ആപ്പിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ സോളോ VPN എന്നാണ്. ഇതാണ് നമ്മുടെ ആപ്പ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം നമുക്ക്. ഇതിന് ശേഷം നമുക്ക് ഇവിടെ സ്വിച്ച് ലൊക്കേഷൻ ടു എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ സൗത്ത് കൊറിയ എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക ഗൈസ്. എന്നിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ സൗത്ത് കൊറിയ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ സൗത്ത് കൊറിയ ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ PUBG മൊബൈൽ എടുക്കുക. അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ നേരത്തെ പോലെ നമുക്ക് നേരത്തെ കിട്ടിയ കൂപ്പൺസ് ഇല്ലേ, അതായത് 6 കൂപ്പൺസ് 3 ദിവസം കൊണ്ട് കിട്ടിയത്, അത് കളക്ട് ചെയ്യണം ഗൈസ്. ഓരോന്ന് കിട്ടുമ്പോൾ തുറക്കരുത്, തുറക്കാണ്ട് കളക്ട് ചെയ്ത് വെച്ചിട്ട് 6 ഒരുമിച്ച് തുറക്കാം. ഓക്കെ ഗൈസ്, ഓരോന്നായിട്ട് തുറക്കാം. ഓക്കെ, ഈ സൗത്ത് കൊറിയൻ്റെ ഇതിൽ VPN. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ലെജൻഡറി ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ ലെജൻഡറി ഐറ്റംസ് കിട്ടാനുള്ള സാധ്യത 80% ആണ്. ഓക്കെ ഗൈസ്, എന്തായാലും മാക്സിമം ചാൻസ് ആണ് എന്തെങ്കിലും ഒരു ഔട്ട്ഫിറ്റെങ്കിലും ലെജൻഡറി കിട്ടും. ഔട്ട്ഫിറ്റോ അങ്ങനെ എന്തെങ്കിലും ഗൺ സ്കിന്നോ മറ്റേ ലെജൻഡറി സാധനം എന്തെങ്കിലും ആയിട്ട് കിട്ടും ഗൈസ്. അപ്പോൾ അതെന്താ കാര്യം എന്നറിയില്ല. കാരണം സൗത്ത് കൊറിയയിൽ അവിടെ എന്തോ നല്ല നല്ല ഐറ്റംസാണ് കിട്ടുന്നതൊക്കെ കേട്ടു. ഞാൻ യൂട്യൂബിനും ഇതിലൊക്കെ കേട്ടു ഗൈസ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം മാത്രം നമ്മളെ PUBG മൊബൈൽ തുറന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചെയ്യുക ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് 80% ചാൻസ് ഉണ്ട്, 80-90% ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളടുത്ത് 6 കൂപ്പൺസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അത് ഓരോന്നായിട്ട് തുറക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ലെജൻഡറി കിട്ടും, സ്പെഷ്യൽ ഐറ്റം കിട്ടും ഗൈസ്. അപ്പോൾ യെസ് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഗൈസ്.
പിന്നെ യെസ് ഗൈസ് നമ്മളെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 300 സബ്സ്ക്രൈബേഴ്സും കൂടി ഉണ്ട്, നമ്മൾ 3000 സബ്സ്ക്രൈബേഴ്സ് അടിക്കാനായി ഗൈസ്. പ്ലീസ് ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലും ഞാനിടുന്ന ഇതേപോലത്തെ ഓരോ VPN ട്രിക്സും ഓരോ ഇങ്ങനെ ഗ്ലിച്ചും ഇതേപോലത്തെ ഗൺ സ്കിന്നിന് ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഗൈസ്. അതൊക്കെ കാണണമെങ്കിൽ പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ്. ഗുഡ് ബൈ.